Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിൻ്റെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് നമ്മൾ ലാസ്റ്റ് എടുത്തത് മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിരുന്നു, അതായത് ദ റിട്ടൺ വേർഡ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്ത് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു 4 ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു 3-4 കാര്യങ്ങൾ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഡിക്ഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഡിക്ഷൻ? അത് നിങ്ങൾ മനസ്സിലാക്കുക. ഡിക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഭാഷയാണ്, ലാംഗ്വേജ് ആണ് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എന്താണെന്ന് അറിയണം. നോക്കൂ, ഇൻ റൈറ്റിംഗില് ഡിക്ഷൻ റെഫേഴ്സ് ടു എ റൈറ്റേഴ്സ് ചോയ്സ് ഓഫ് വേർഡ്സ്. അതായത് ഒരു റൈറ്ററുടെ ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്, ഒരു റൈറ്റർ തെരഞ്ഞെടുക്കുന്ന വാക്കുകൾ. അപ്പൊ ഒരു റൈറ്റർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് വാക്കുകൾ എന്ന് പറയുമ്പോൾ അതാണ് എന്ത്, ലാംഗ്വേജ് കേട്ടോ. അപ്പൊ ഡിക്ഷൻ റെഫേഴ്സ് ടു എ റൈറ്ററുടെ ചോയ്സ് ഓഫ് വേർഡ്സ്. The quality of a piece of writing is significantly influenced by word choice. അതായത് ഒരു റൈറ്റിങ്ങിന്റെ ക്വാളിറ്റി, ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള പീസ് ഓഫ് റൈറ്റിങ്ങിന്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൈറ്റർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ്ഡ് ബൈ വേർഡ് ചോയ്സ്. അപ്പൊ ക്വാളിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതായത് നമ്മൾ എഴുതുന്നതിന്റെ ക്വാളിറ്റി, നമ്മൾ എഴുതുന്നതിന്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലവാരം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എ റൈറ്റർ ക്യാൻ കൺവേ എ പോയിന്റ് മോർ readily and clearly by using carefully chosen words. ഒരു റൈറ്റർക്ക് ആ റൈറ്റർ ഉദ്ദേശിക്കുന്ന പോയിന്റ്, അയാൾ ഉദ്ദേശിച്ച കാര്യം വളരെ വ്യക്തമായിട്ടും നിഷ്പ്രയാസവും എന്ത് ചെയ്യാൻ പറ്റും, റൈറ്ററിലേക്ക് അയാൾ ചൂസ് ചെയ്യുന്ന വാക്കുകളിലൂടെ എത്തിക്കാൻ കഴിയും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ റൈറ്റർക്ക് റീഡേഴ്സിലേക്ക് എത്തിക്കേണ്ടത് ആ ഒരു കാര്യത്തെ വളരെ വ്യക്തമായിട്ടും അതുപോലെ തന്നെ നിഷ്പ്രയാസവും എങ്ങനെ, ബൈ യൂസിങ് കെയർഫുള്ളി ചോസൺ വേർഡ്സ്. അതായത് സെലക്ട് ചെയ്യുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുന്ന വാക്കുകളിലൂടെ റീഡേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പം ഇത്രയാണ് ഡിക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നോക്കൂ, ഡിക്ഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഡിക്ഷൻ ഉണ്ട്. ഫോർമൽ ഡിക്ഷനും അതുപോലെ തന്നെ ഇൻഫോർമൽ ഡിക്ഷനും. ഇനി എന്താണ് ഫോർമൽ ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ടൈപ്പ് ഓഫ് ഡിക്ഷൻ കോൾസ് ഫോർ ദ യൂസ് ഓഫ് ഫോർമൽ ലാംഗ്വേജ് വിച്ച് ഈസ് റിസർവ്ഡ് ഫോർ യൂസ് ഇൻ ഫോർമൽ കോണ്ടെക്സ്റ്റ്. ഫോർമൽ കോണ്ടെക്സ്റ്റ് അതായത് ഔപചാരികമായിട്ടുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അക്കാദമിക് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ട ഫോർമലായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഭാഷക്കാണ് നമ്മൾ ഫോർമൽ ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഫോർമൽ ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ദിസ് ടൈപ്പ് ഓഫ് ഡിക്ഷൻ കോൾസ് ഫോർ, അതായത് ഇത്തരത്തിലുള്ള ഭാഷയ്ക്ക് ആവശ്യമാണ്. കാൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രേസൽ വെർബാണ്, ഡിമാൻഡ് എന്നാണ് ആ ഫ്രേസൽ വെർബിന്റെ അർത്ഥം. അപ്പൊ ദിസ് ടൈപ്പ് ഓഫ് ഡിക്ഷൻ കോൾസ് ഫോർ ദ യൂസ് ഓഫ് ഫോർമൽ ലാംഗ്വേജ്. അതായത് ഫോർമൽ ഡിക്ഷൻ ഫോർമൽ ലാംഗ്വേജ് ഉപയോഗിക്കും. എന്താ ഈ ഫോർമൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് റിസർവ്ഡ് ഫോർ യൂസ് ഇൻ ഫോർമൽ കോണ്ടെക്സ്റ്റ്. അതായത് ഫോർമൽ കോണ്ടെക്സ്റ്റുകൾ, ഫോർമൽ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതാണ് ഫോർമൽ ലാംഗ്വേജ്. ആ ലാംഗ്വേജ് ഉപയോഗിക്കൽ കാൾ ഫോർ, അത്യാവശ്യം ഡിമാൻഡ് ചെയ്യുന്ന ഡിക്ഷൻ, അതാണ് ഫോർമൽ ഡിക്ഷൻ എന്ന് വെച്ചാൽ. ദിസ് കൈൻഡ് ഓഫ് ഡിക്ഷൻ യൂസസ്, ഈ ഒരു ലാംഗ്വേജ്, ഈ ഒരു ഡിക്ഷൻ, ഫോർമൽ ഡിക്ഷൻ യൂസസ് കോംപ്ലക്സ് വൊക്കാബുലറി, സിമ്പിൾ അല്ല,
കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. പിന്നെയോ അഡീസ് ടു ഗ്രമാറ്റിക്കൽ കൺവെൻഷൻസ്, അതുപോലെ തന്നെ ഗ്രാമറിന്റെ കൺവെൻഷൻസ്. അതായത് ഗ്രാമറിന്റെ കൺവെൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമറിന്റെ റൂൾസ്, അതുപോലെ തന്നെ ഗ്രാമറിന്റെ നിയമങ്ങൾ. അഡീസ് മീൻസ് ഫോളോസ് നാ. അപ്പൊ ദിസ് കൈൻഡ് ഓഫ് ഡിക്ഷൻ യൂസസ് കോംപ്ലക്സ് വൊക്കാബുലറി അഡീസ് ടു ഗ്രമാറ്റിക്കൽ കൺവെൻഷൻസ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, സിമ്പിൾ അല്ലാത്ത, കുറച്ച് പ്രയാസമുള്ള, കേൾക്കാത്ത പദങ്ങളും അതുപോലെ തന്നെ കർക്കശമായിട്ട് ഗ്രാമറിന്റെ കൺവെൻഷൻ, അതായത് ആ ഗ്രാമറിന്റെ ആ ഒരു ഉപയോഗിച്ച് വരുന്ന രീതികളും ഉപയോഗിക്കും. ഇനി ഇൻഡിവിജ്വൽസ് റൈറ്റ് ആർട്ടിക്കിൾസ്, സ്പീക്ക് ടു ഓഡിയൻസസ്, give formal presentations and even address news conferences using this kind of diction. എപ്പോഴൊക്കെയാണ് ഫോർമൽ ഡിക്ഷൻ ഉപയോഗിക്കുക? ഒന്നാമത്തേത് ഇൻഡിവിജ്വൽസ് റൈറ്റ് ആർട്ടിക്കിൾസ്, ആളുകൾ ആർട്ടിക്കിൾസ് എഴുതുമ്പോൾ, അതുപോലെ തന്നെ ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ, ഔദ്യോഗികമായിട്ട് ഇപ്പോൾ സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിലും ഒരു ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഫോർമൽ പ്രസന്റേഷൻസ്, ഔദ്യോഗികമായിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള പ്രസന്റേഷൻസ്, അതിന് എന്തും ആവാം, ഡിസ്കഷൻ ആവാം, ഡിബേറ്റ് ആവാം, സെമിനാർ ആവാം, ഫോർമൽ ആയിട്ടുള്ള ഇത്തരം പ്രസന്റേഷൻസ്. അതുപോലെ തന്നെ അഡ്രസ് ന്യൂസ് കോൺഫറൻസസ്, ന്യൂസ് കോൺഫറൻസുകൾ. ഇതിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഫോർമൽ ഡിക്ഷനാണ് ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഡിക്ഷൻ ആണ് ഇൻഫോർമൽ ഡിക്ഷൻ. ഇൻഫോർമൽ ഡിക്ഷൻ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ടേം ഇൻഫോർമൽ ഡിക്ഷൻ ഡിസ്ക്രൈബ്സ് ദ യൂസ് ഓഫ് എവരിഡേ കോൺവെർസേഷണൽ ഫ്രേസസ് വെൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. അതായത് നമ്മൾ സംസാരിക്കുകയോ നമ്മൾ എഴുതുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ സംസാരത്തിൽ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ. അപ്പൊ എന്താ പറയുന്നത്? ഇൻഫോർമൽ ഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ യൂസ് ഓഫ് എവരി ഡേ കോൺവെർസേഷണൽ ഫ്രേസസ് വെൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ കേട്ടോ. അപ്പൊ ഇൻഫോർമൽ ഡിക്ഷൻ, ദ ടേം ഇൻഫോർമൽ ഡിക്ഷൻ ഡിസ്ക്രൈബ്സ് ദ യൂസ് ഓഫ് എവരി ഡേ കോൺവെർസേഷണൽ ഫ്രേസസ് വെൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. നമ്മൾ എഴുതുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ, നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ, അത്തരം പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ശൈലിക്കാണ് ഇൻഫോർമൽ ഡിക്ഷൻ എന്ന് പറയാം. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? വെൻ കമ്പോസിങ് പേഴ്സണൽ ലെറ്റേഴ്സ്. അതായത് നമ്മളെ മാമൻ, അങ്കിൾ, അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇതുപോലെയൊക്കെയുള്ള ആളുകൾക്ക്, ഫ്രണ്ട്സിനൊക്കെ എഴുതുന്ന ഇൻഫോർമൽ ലെറ്ററുകൾ കമ്പോസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇമെയിൽസ് ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നമ്മളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇമെയിൽ കമ്പോസ് ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് ഇൻഫോർമൽ ഡിക്ഷൻ. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമൽ ഡിക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മീനിങ്. എന്താണ് മീനിങ് കേട്ടോ? അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലാക്കുക, there are 2 types of meaning. there are 2 possible meanings for words. വാക്കുകൾക്ക് 2 അർത്ഥങ്ങൾക്കുള്ള സാധ്യത ഉണ്ട്. 2 types of meanings ഉണ്ട് വേർഡ്സിന്. ഒന്ന് നമ്മൾ കൊണോട്ടേറ്റീവ് മീനിങ്, 2 ഡിനോട്ടേറ്റീവ് മീനിങ്. അപ്പൊ കൊണോട്ടേറ്റീവ് മീനിങ്ങും ഉണ്ട്, ഡിനോട്ടേറ്റീവ് മീനിങ്ങും ഉണ്ട്. ഇനി എന്താണ് ഡിനോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിനോട്ടേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേറ്റ്സ് ടു വേർഡ്സ് സ്ട്രൈറ്റ് ഫോർവേഡ് കൺവെൻഷണൽ മീനിങ് ആൻഡ് യൂസ്. അതായത് ഒരു പദത്തിന്റെ നേരെയുള്ള അർത്ഥം, അതായത് അതിന്റെ ഡിക്ഷണറി മീനിങ് ആണ് ഇത്. ഡിനോട്ടേഷൻ റെഫേഴ്സ് ടു ദി വേർഡ്സ് സ്ട്രൈറ്റ് ഫോർവേഡ്, അതിന്റെ ശരിക്കുള്ള അർത്ഥം, അതായത് കൺവെൻഷണൽ മീനിങ് ആൻഡ് യൂസ്, അതിൻ്റെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് പോരുന്ന അർത്ഥം. ഒരു വാക്കിൻ്റെ പരമ്പരാഗതമായിട്ട്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസ് എന്നുള്ളത്, വീട് എന്നുള്ളത് അതിൻ്റെ കൺവെൻഷണൽ മീനിങ് ആണ്.
സണ്ണ് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ളത് അതിന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് മീനിങ് ആണ്, കൺവെൻഷണൽ മീനിങ് ആണ്. അപ്പൊ ഈ അർത്ഥത്തെയാണ് നമ്മൾ ഡിനോട്ടേറ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ കോൺട്രറിലി ഇതിന്റെ വിരുദ്ധമായിട്ട് കൊണോട്ടേഷൻ റെഫേഴ്സ് ടു, കൊണോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ എ ടേം ഈസ് അപ്ലൈഡ് ഇൻ എ സെർട്ടൻ കോണ്ടെക്സ്റ്റ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പദം എങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു സാഹചര്യം, ഒരു കോണ്ടെക്സ്റ്റ് നൽകുന്ന മീനിങ്, കോണ്ടെക്സ്റ്റുവൽ മീനിങ്, ഇതിനെയാണ് നമ്മൾ കൊണോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൊണോട്ടേറ്റീവ് മീനിങ്. അപ്പോൾ കൊണോട്ടേഷൻ റെഫേഴ്സ് ടു ഹൗ എ ടേം ഈസ് അപ്ലൈഡ് ഇൻ എ സെർട്ടൻ കോണ്ടെക്സ്റ്റ്, ഒരു നിശ്ചിത സാഹചര്യത്തിൽ ഒരു ടേം എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഒരു പദം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് ദ വേർഡ്സ് ന്യൂമറസ് അപ്ലിക്കേഷൻസ്, അസോസിയേഷൻസ് ആൻഡ് ലിങ്കേജസ്. അപ്പൊ ഇവിടെ എന്തെല്ലാം വരുന്നുണ്ട്? ഒരു പദത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അപ്ലിക്കേഷൻസ്, ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ അസോസിയേഷൻസ്, ആ ഒരു പദം ഏതെല്ലാം വാക്കുകളുമായിട്ട് എന്തെല്ലാമായിട്ട് അത് ബന്ധപ്പെട്ടു വരുന്നു, അതുപോലെ തന്നെ അതിന്റെ ലിങ്കേജസ്, അത് എന്തുമായിട്ടെല്ലാം കണക്റ്റായി വരുന്നു. അത്തരം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതിന് ഏതെല്ലാം അർത്ഥങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള അർത്ഥങ്ങൾ അതിന് ലഭിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസ് അല്ലെങ്കിൽ ഹോം എന്ന് പറഞ്ഞാൽ വീട് എന്നുള്ളത് അതിന്റെ ലിറ്ററൽ മീനിങ് ആണ്. എന്നാൽ ലിറ്ററൽ മീനിങ് അല്ല, അതിന്റെ ഡിക്ഷണറി മീനിങ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കൺവെൻഷണൽ മീനിങ് ആണ്. എന്നാൽ ആ ഹോമിന്റെ കൊണോട്ടേറ്റീവ് മീനിങ് ആണ് എന്ത്? ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്ക് വീട് എന്ന് പറയുമ്പോൾ ആ ഓരോ കാഴ്ചപ്പാടുണ്ടായിരിക്കും. അപ്പൊ അതായിരിക്കും ഓരോരുത്തർക്ക്. ഇവ ചില ആളുകൾ പറയും, അയ്യോ വീട് എന്ന് പറയുമ്പോൾ എന്താവും, നരകമാന്ന് പറയും. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു കൊണോട്ടേറ്റീവ് മീനിങ് ആണ്. അതായത് ഒരു ആലങ്കാരികം അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് ഒരു കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആണത്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണ് എന്ന് പറയുമ്പോൾ സൂര്യൻ, നമുക്ക് സന്ദർഭത്തില് ഡേ, പകൽ സമയത്തെ വെളിച്ചത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോക്കൂ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്താണ്? ഫിഗറേറ്റീവ് ലാംഗ്വേജ്, ഫിഗറേറ്റീവ് ലാംഗ്വേജ് അതായത് നമ്മൾ കവിതയിൽ ഉപയോഗിക്കുന്ന ഭാഷക്കാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയാം. പോയറ്റിക് ലാംഗ്വേജ് അതായത് അലങ്കാരങ്ങളുള്ള ഭാഷ കേട്ടോ. ഇനി നോക്കൂ, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് ഓർ എംബലിഷ് ദ റൈറ്റിംഗ്. റൈറ്റിങ്ങിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട്, എംബലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അലങ്കരിക്കാം. അപ്പൊ റൈറ്റിങ്ങിനെ എംബലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ടു പുട്ട് ഇറ്റ് അനദർ വേ, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ writers often use language to convey a message that is not literal. അതായത് സാധാരണ റൈറ്റേഴ്സ് മെസ്സേജുകൾ, ആ മെസ്സേജുകൾ എന്ന് പറയുമ്പോൾ അത് ലിറ്ററൽ ആവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അലങ്കാരം അല്ലെങ്കിൽ അതൊരു സാഹിത്യം അത്തരത്തിലുള്ളതല്ലാത്ത കാര്യങ്ങളെ, അതായത് മെസ്സേജസ് പറയാൻ വേണ്ടിയിട്ടാണ് സാധാരണ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. എന്നാൽ റൈറ്റിംഗ് ഒബ്റ്റെയിൻസ് ഇമ്പാക്റ്റ്. എന്നാൽ ഒരു റൈറ്റിംഗ്, എഴുതിയിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി, ആ ഒരു വരിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ആ ഒരു വരി ഒരു ഇമ്പാക്റ്റ്, ഒരു സ്വാധീനം ഉണ്ടാക്കും. എപ്പോഴാണ് ഒരു വരിക്ക് ഇമ്പാക്റ്റ്, സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുക? ആസ് എ റിസൾട്ട് ഓഫ് യൂസിങ് ദിസ്. ഏതുപയോഗിക്കുമ്പോൾ ആ വരിയിൽ ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കണം. ആ ഒരു വരിയിൽ അലങ്കാരങ്ങൾ ഉപയോഗിച്ച് ആ വരിയെ ഡെക്കറേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു വരിക്ക് മാത്രമേ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാഹിത്യം എന്ന് പറയുമ്പോൾ അതിൽ നോർമൽ ആയിട്ടുള്ള ലൈൻസും വേർഡ്സും പോരാ, അത് ആളുകളുടെ മനസ്സിൽ ഇമ്പാക്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാഹിത്യത്തിൽ, അതായത് റൈറ്റിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റൈറ്റിങ്ങിനെ എംബലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഇനി സം ഓഫ് ദി മോസ്റ്റ്ലി യൂസ്ഡ് ഫിഗേഴ്സ് ആർ. ഇനി ഇത്തരത്തില് ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില അലങ്കാരങ്ങളാണ് സിമിലീസ്, മെറ്റാഫേഴ്സ്, പേഴ്സോണിഫിക്കേഷൻസ്, ഇഡിയംസ്,
അലൂഷൻസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് ഏതിന്? ഫിഗേഴ്സിന്. അപ്പൊ ഈ ഫിഗേഴ്സ് ഉപയോഗിക്കുന്ന ഭാഷയ്ക്കാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പൊ ഫിഗേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഷ ഭംഗി കൂടും, ആ ഒരു വരിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. നോക്കൂ അടുത്തത്. കാരണം ഇതോടുകൂടി എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ത് ചെയ്യാണ്, ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി സമയമുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇന്ന് അല്ലെങ്കിൽ നാളെ, അതായത് മാക്സിമം വളരെ നേരത്തെ ടൈം കിട്ടുകയാണെങ്കിൽ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ, സിമ്പിളായിട്ട്. നമുക്ക് അടുത്തത് കൊളോക്കേഷൻ. എന്താണ് കൊളോക്കേഷൻ എന്നതാണ്? സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് കൊളോക്കേഷൻ. ഒന്ന് കേട്ടോളൂ, എന്താ കൊളോക്കേഷൻ? ആ കൊളോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഡിക്റ്റബിൾ വേർഡ് സീക്വൻസസ് ആർ നോൺ ആസ് കൊളോക്കേഷൻസ്. പ്രഡിക്റ്റബിൾ വേർഡ് സീക്വൻസ്, അതായത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന വാക്കുകളുടെ കൂട്ടായ്മ. ഏതൊക്കെ വാക്കുകൾ ചേർന്ന് വരും? അതായത് ഇപ്പൊ ഒരു 4-5 ഇപ്പൊ എന്ത് ചെയ്യാണ്, ഒരു 4-5 വേർഡ്സ് തന്നു, എന്നിട്ട് അവയിൽ ഈ 2 എടുത്ത് നമ്മളോട് ഇങ്ങനെ ചേർക്കാൻ പറയാം. അതിൽ ഏതൊക്കെ ചേർക്കാൻ പറ്റും? കാരണം അത്തരം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം, അത്തരത്തിലുള്ള ഒരു പ്രവചനമാണ് എന്ത്? കൊളോക്കേഷൻ. ഏത് വാക്ക് ഏതിന്റെ കൂടെ ചേർന്ന് വരും കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു രീതി ശ്രദ്ധിക്കാം. പ്രഡിക്റ്റബിൾ വേർഡ് സീക്വൻസസ് ആർ നോൺ ആസ് കൊളോക്കേഷൻ. ഇനി നോക്കൂ, വെൻ യൂസ്ഡ്, നമ്മൾ വാക്കുകളെ ഉപയോഗിക്കുമ്പോൾ വൺ ആന്റിസിപ്പേറ്റ്സ്, ഒരു വ്യക്തിക്ക് ഊഹിക്കുന്നു, ഒരാൾക്ക് ഊഹിക്കുന്നു, ഒരാൾ എന്താ ഊഹിക്കുക? ദാറ്റ് ദേ വിൽ ഫ്ലോ നേച്ചുറലി ആൻഡ് മേക്ക് സെൻസ് ടു ദ റീഡർ ഓർ ലിസണർ. അതായത് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന വ്യക്തി ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു, ഊഹിക്കുന്നു, എന്ത്? ഇന്ന വാക്കുകൾ എന്ത് ചെയ്യും, ഒരുമിച്ച് വരുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടാവും. ആന്റിസിപ്പേറ്റ്സ് ദാറ്റ്, എന്താണ് ഊഹിക്കുന്നത്? ദേ വിൽ ഫ്ലോ നേച്ചുറലി, സ്വാഭാവികമായിട്ട് ആ വാക്കുകൾ രണ്ടും ചേർന്നാൽ അവിടെ ഒരു ഫ്ലോ ഉണ്ടാവും. കാരണം സംസാരിക്കും, ആർക്ക് ഫ്ലോ ഉണ്ടാവും? മേക്ക് സെൻസ് ടു ദ റീഡർ ഓർ ലിസണർ, കേൾക്കുന്ന ലിസണർക്ക് അല്ലെങ്കിൽ വായിക്കുന്ന റീഡർക്ക് ഇന്ന വാക്കുകളെ പാട്ടുപോലെ ഇന്ന വേർഡ്സ് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ വായിക്കുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടാവും, കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുന്ന എന്ത് ചെയ്യാൻ കഴിയും? റൈറ്റർക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രെഡിക്റ്റ് ചെയ്യാവുന്ന വാക്കുകളുടെ ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊളോക്കേഷൻ എന്ന് വിളിക്കുന്നത്. They may consist of, അപ്പൊ കൊളോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, കൊളോക്കേഷനിൽ ഉണ്ടാകുന്നു, കൺസിസ്റ്റ്, അതിൽ അടങ്ങിയിരിക്കുന്നു, എന്തുണ്ടാവാം? 2 or more വേർഡ്സ്. അപ്പൊ കൊളോക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2 വാക്കുകളാണ്. ഇനി 2 തന്നെ നിർബന്ധമില്ല, അവ 2 or 2-ൽ കൂടുതൽ വാക്കുകൾ. അതും എങ്ങനത്തെ വാക്കുകള്? മേ ബിലോങ് ടു ഓൾമോസ്റ്റ് എനി വേർഡ് ക്ലാസ്. അത് ഏത് വേർഡ് ക്ലാസ്സും. വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പല തരത്തിലുള്ള വാക്കുകൾ, അതാണ് വേർഡ് ക്ലാസ്. അപ്പൊ അത്തരത്തിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ ആവാം, വെർബ് ആവാം, ആഡ്വെർബ് ആവാം, അഡ്ജക്റ്റീവ് ആവാം. ഇതൊക്കെ ഡിഫറെന്റ് വേർഡ് ക്ലാസ്സസ് ആണ്. അപ്പൊ ഇത്തരത്തില് അപ്പൊ കൊളോക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2 വാക്കുകളേക്കാണ്. 2 വാക്കുകളിൽ ഒന്ന് നൗൺ ആവാം, ഒന്ന് വെർബ് ആവാം. ഒന്ന് നൗൺ ആവാം, ഒന്ന് അഡ്ജക്റ്റീവ് ആവാം. ഒന്ന് വെർബ് ആവാം, ഒന്ന് ആഡ്വെർബ് ആവാം. ഒന്ന് അഡ്ജക്റ്റീവ് ആവാം, ഒന്ന് ആഡ്വെർബ് ആവാം. ഇനി ഒന്ന് നൗൺ ആവാം, അടുത്തതും നൗൺ തന്നെ ആവാം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്നത് എന്നില്ല, അതായത് വ്യത്യസ്തമായിട്ടുള്ള 2 വാക്കുകൾ ഒരുമിച്ച് വരിക, അതിനാണ് നമ്മൾ എന്ത് പറയാ? കൊളോക്കേഷൻ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ ആണ് എന്ത്? ഒരു 4 എക്സാമ്പിൾ പറയുന്നുണ്ട് കണ്ടോ. ആസ്ക് എ ഫേവർ, ഒരു സഹായം ആവശ്യപ്പെടാം ഉണ്ടോ. ആസ്ക് എ ഫേവർ, അതായത് ഫേവറിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഇത് ആസ്ക്. ആസ്ക് എ ഫേവർ. അതുപോലെ തന്നെ മെയ്ക്ക് എ ലിസ്റ്റ്, ഡു എ ലിസ്റ്റ് എന്ന് പറയില്ല, അതാണ് കൊളോക്കേഷൻ. അതായത് ചേർന്ന് വരുന്നത് മെയ്ക്ക് എ ലിസ്റ്റ് ഉണ്ടോ, ലിസ്റ്റ് ഉണ്ടാക്കുക, മെയ്ക്ക് എ ലിസ്റ്റ്. അതുപോലെ തന്നെ പേ എ വിസിറ്റ്, സന്ദർശനം നടത്തുക, പേ എ വിസിറ്റ്. ഒരിക്കലും ഡു എ വിസിറ്റ് എന്ന് പറയില്ല, പേ എ വിസിറ്റ്. പേ ദ ബിൽ ഉണ്ടോ, ബില്ലിന്റെ കൂടെ പേ ദ ഫീ. അതേപോലെ തന്നെ ഗോ ഇൻസൈൻ, ഗോ ഇൻസൈൻ, ഭ്രാന്ത് പിടിക്കാം കണ്ടോ. ഇതൊക്കെ കൊളോക്കേഷനാണ്. അപ്പോൾ ഏത് വാക്കിന്റെ കൂടെ ഏത് വാക്കാണ് ചേർന്ന് വരിക? കാരണം ആ വാക്കുകൾ ഒരുമിച്ച് വരുന്നതിനാണ് എന്ത് പറയാ? കൊളോക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്,
ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കേൾക്കുക, പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.